ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആസിഫ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് മാരുതി ആൾട്ടോ 800 ആണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു സസ്പെൻഷൻ ഭാഗം മാത്രമാണ് ചെയ്യുന്നത്. ലോറാമ അതുപോലെ ബാൻസാഡ് ബുഷ്, പിന്നെ ഷോക്കിൻ്റെ മൗണ്ട് ബുഷൊക്കെ ചെയ്യുന്നത് ചെറുതായിട്ട് സസ്പെൻഷൻ ഓവർഹോളിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ സസ്പെൻഷൻ ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. മാരുതി ആൾട്ടോ 800 ആണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു സസ്പെൻഷൻ ഓവർഹോളിംഗ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സസ്പെൻഷൻ ഓവർഹോളിംഗ് നമ്മൾ ലോറാം റീപ്ലേസ് ചെയ്യേണ്ടത്. ഈ ലോറാമാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്, പഴയ ലോറാമാണത്. അതിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. ഇത് നന്നായിട്ട് ഈ ബോളൻ്റെ നന്നായിട്ട് ഫ്രീ ആയിട്ടുണ്ട്, അതായത് പ്ലേ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യണം ഇതിൻ്റെ കൂടെ. പോരാത്തന്നെ ഇതിൻ്റെ ലോറാം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, ബാൻസാഡ് ബുഷും കൂടി ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ലോറാം വരുന്നത് പുതിയത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 2 ഷോക്കിൻ്റെ മൗണ്ട്, ഷോക്കപ്പിൻ്റെ 2 മൗണ്ട് ബുഷും കൂടി ഇതിൽ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അത് ഷോക്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമുക്ക് എന്ത് ചെയ്യുക, ലോറാമിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഷോക്ക് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പഴയ ഷോക്കിൻ്റെ മൗണ്ട് ബുഷ്. ഇതുണ്ടോ, അത് പറ്റ ഡാമേജ് ആയിട്ടുണ്ട്, ഉൾഭാഗത്തായിട്ട് നന്നായിട്ട് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ മൗണ്ട് ബുഷ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മൗണ്ട് ബുഷ് ഷോക്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അതാണിപ്പോൾ പുതിയ മൗണ്ട് ബുഷ്. ഇതാണ് MG Pro OEM സാധനമാണുള്ളത്. ഇനി സെറ്റ് ചെയ്യുന്നത് കാണിച്ചാൽ അത് നീഡിൽ ബാരിങ് തന്നെ ടൈപ്പാണിത്. അപ്പോൾ ഗ്രീസ് ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഗ്രീൻ ബുഷ് ആഡ് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നീഡിൽ ബാരിങ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ ബാരിങ്സിലൊക്കെ നന്നായിട്ട് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ആ ബാരിങ് നമ്മളെന്ത് ചെയ്യുക, സ്റ്റെയറിങ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഷോക്കിൻ്റെ മൗണ്ട് ഭാഗം കറക്റ്റായിട്ട് തിരിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഗ്രീസൊക്കെ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് ഇതിൻ്റെ പുതിയ മൗണ്ട് ബുഷ്. ഇതുണ്ടോ, ഇതാണ് നമ്മൾ പുതിയ മൗണ്ട് ബുഷ്. പഴയ മൗണ്ട് ബുഷ് കാണിച്ചു തരാം. കണ്ടോ, ഇത് രണ്ടും കൂടെ ഡിഫറൻസ് കണ്ടോ, ഉൾഭാഗം നന്നായിട്ട് ഡൗൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും എന്ത് ചെയ്യുക, അത്യാവശ്യം ഡൗൺ ആയിട്ടുണ്ട്. കണ്ടോ, അത് ജസ്റ്റ് കാണിക്കാം. ഓപ്പോസിറ്റ് സൈഡിലുണ്ടോ, ഇത് രണ്ടും കൂടെ ഡിഫറൻസ് കണ്ടാൽ മനസ്സിലാവും വിചാരിക്കണം. അപ്പോൾ നമ്മത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്, മൗണ്ട് ഇൻസ്റ്റാൾ ചെയ്യാണ്. അങ്ങനെ കറക്റ്റായിട്ട് ഇതിൽ ഫിറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ ഡയറക്റ്റ് നമുക്ക് ഇതിന് മുകളിലിട്ട് വെച്ചെടുത്തിട്ട് നെറ്റ് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഷോക്കിൻ്റെ മൗണ്ട് ബുഷ് റീപ്ലേസ് ചെയ്യുക. ആൾട്ടോ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, മാരുതി 800 അത്തരം മാരുതി വെഹിക്കിൾസിനൊക്കെ സെയിം ടൈപ്പ് തന്നെയാണ് വരുന്നത്. 17mm ബോൾട്ടാണ് ഉണ്ടാവുക, ഒരു സ്പ്രിംഗ് വാഷറും ഉണ്ടാവും. അപ്പോൾ രണ്ടും കൂടി ഇട്ടതിന് ശേഷം ടൈറ്റ് ചെയ്യാം. ഇതിൻ്റെ സ്പ്രിങ് ടെൻഷൻ ചെയ്തുള്ള പുള്ളർ റിമൂവ് ചെയ്യുകയാണ്. ഇതാണ് ഇതിൻ്റെ പുള്ളർ. 2 സൈഡിൽ ഓയിൽ സ്പ്രിങ് ഫുൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യാൻ പോകാം കേട്ടോ. ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്ത ഷോക്ക് നമ്മൾ വൈസിൽ വെച്ച് ഫുൾ ടൈറ്റ് ചെയ്യുകയാണ്. ഈ വൈസിൽ വെച്ച് ഫുൾ ടൈറ്റ് ചെയ്യുക വെച്ചാൽ ഈ ഒരു കപ്പിൻ്റെ ഭാഗം എന്ത് ചെയ്യുക, ഗണ്ണ് വെച്ച് അടിക്കുമ്പോൾ തിരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വൈസിൽ വെച്ച് ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഫുൾ ടൈറ്റ് ചെയ്താൽ മാത്രം എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് ബുഷയിൽ ടൈറ്റായിരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഷോക്ക് നമ്മൾ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കേട്ടോ. 12mm 2 ബോൾട്ട് ഉണ്ടോ, ഈ 2 ബോൾട്ടാണ് മുകൾ ഭാഗത്ത് വരിക. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഷോക്ക് റിമൂവ് ചെയ്യേണ്ടത്. 2 ബോൾട്ട്. അപ്പോൾ ഇത് രണ്ടും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ ഷോക്ക് ഇൻസ്റ്റാൾ ചെയ്തു.
അപ്പോൾ ഷോക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഹബ്ബിൽ ടൈറ്റ് ചെയ്യാൻ പോവാണ്. 15 2 ബോൾട്ട് ഉണ്ട്, 8 ബോൾട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ വൺ സൈഡ് ഷോക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സെയിം പ്രൊസീജിയർ തന്നെയാണ് ലെഫ്റ്റ് സൈഡിലും ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡും റിമൂവ് ചെയ്യാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കാണിച്ച അതേമാതിരി സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. സെയിം പ്രൊസീജിയർ തന്നെ റൈറ്റ് സൈഡും ചെയ്യാം. നമ്മൾ ചെയ്തിട്ടുള്ളത് മാരുതി ആൾട്ടോയുടെ സസ്പെൻഷനിലെ കുറച്ച് ബുഷസുകളാണ് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഷോക്കിൻ്റെ മൗണ്ട് ബുഷ്, അതുപോലെ ലോറാം, ബാലൻസാർഡ് ബുഷ്, സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വാഹനത്തിന് മറ്റൊരു കംപ്ലയിൻറ്റുമായും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.